ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ. ഈ ഹെയർ കെയർ റൊട്ടീൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോൾ കുറയും, ഡ്രൈ ഹെയർ കുറയും, പിന്നെ ഡാൻഡ്രഫ് കുറയും, അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. സോ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എൻ്റെ അടുത്ത് പറയുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. സോ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഈ ഇരിക്കുന്നുണ്ടോ, ഈ ജെല്ലി ആയിട്ടിരിക്കുന്നതാണ് അലുവേര കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ എനിക്ക് അലുവേര 2-3 ചെടിയുണ്ട്. ഒരു കമ്പെടുത്തോണ്ട് നമ്മൾ അതിനകത്ത് അലുവേര സെപ്പറേറ്റ് ആക്കി എടുത്തു. നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അതിന്ന് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ കൂടി ഇതിനകത്ത് മിക്സ് ആക്കിയിട്ട് ഇത് രണ്ടും കൂടെ കൂടി ഡബിൾ ബോയിൽ ചെയ്തു. ഡബിൾ ബോയിൽ ചെയ്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ ആദ്യമേ ഒരു പാത്രം വെക്കും, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കും. ആ വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മളിത് ഇറക്കി വെക്കും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് തേക്കുന്ന എണ്ണയ്ക്കാണ് കുറച്ചും കൂടെ എഫക്റ്റ്. സോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. തലയോട്ടിയെ പറ്റുന്ന പോലെ നോക്കേ, മൊത്തമായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിട്ട് കഴുകിക്കളയാം, താളിയിട്ട്. ഗൈസ്, എപ്പോഴും നമ്മൾ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയെ തേക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം എണ്ണ നമ്മൾ പുറത്ത് തേച്ചിട്ടുണ്ടെങ്കിലും അത് കുടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒഴുകിപ്പോവും. സോ തലയോട്ടി തേക്കുന്ന എണ്ണ കുറച്ച് നേരം കൂടെ കൂടി ലാസ്റ്റ് ചെയ്യും. സോ ഗൈസ്, നമ്മുടെ തലയിൽ ഫുള്ള് എണ്ണയൊക്കെ തേച്ചു കേട്ടോ. ഇനി നമുക്ക് ഷാമ്പു ഉണ്ടാക്കാവേ. ഷാമ്പു മീൻസ് താളി. ഇത് കണ്ടോ ഒരാൾ വന്ന് നിൽക്കുന്നേ. കുറച്ച് ജെല്ലിയുണ്ട്, അത് വേണേൽ തേച്ച് കൊടുക്കാം. കുളിക്കാൻ ഭയങ്കര മടിയാനാണ് ഗൈസ് ഇവൻ, അല്ലടാ. നമ്മൾ ഷാമ്പു ഉണ്ടാക്കാനുള്ള കുറേ ചെമ്പരത്തിയുടെ ഇല പറിച്ചെടുത്തു കേട്ടോ. പിന്നെ ഈ 2 സാധനം, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇതാണ് നമ്മുടെ ഇവിടെ സോപ്പങ്കാന്ന് പറയും കേട്ടോ. ഇത് ഷാമ്പു പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനം കേട്ടോ. ടിപ്പുമോൻ ഇത്രയും നേരം നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എങ്ങനെയല്ല നമ്മുടെ മേത്ത് കയറി ചവിട്ടി ചെളിയാക്കണേ. അങ്ങനെ ഇപ്പം അവനെ വിടുന്നില്ലെന്ന് വിചാരിച്ചാൽ അവനെ പിടിച്ച് കിടത്തേക്കുന്ന എനിക്ക് കാണുന്നത്. നമ്മളവിടുന്ന് ഇത് ഇല എടുത്തില്ലേ, ഇല എടുത്തതിന് ശേഷം വന്നിട്ട് 2 പൂവും കൂടെ കൂടി പറിച്ചു കേട്ടോ. ഈ പൂവ് അത്യാവശ്യം കുറേ ഔഷധ ഗുണവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതുകൊണ്ട് ചായ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചായ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്തൊരു മാജിക്കൽ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഇത് ഒരു വയലറ്റ് കളറായിരിക്കും. പക്ഷെ നമുക്ക് ചായ ഒഴിച്ച് കഴിയുമ്പോൾ, ചായ ഉണ്ടാക്കിയിട്ട് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ വേറെ കളറായിരിക്കും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. റെഡ് കളറല്ല ഇതുണ്ടാവുന്നത്, അല്ലല്ലോ, വയലറ്റ് കളറാണ് ഉണ്ടാവുന്നത്. അപ്പം അത്രയാണ്. പിന്നെ ഇതിന് ബാക്കിൽ എന്താ നോക്ക, കേട്ടോ. അപ്പം ഇത് പോയിട്ട് ഇതുണ്ടാക്കാം. ഇതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല കേട്ടോ. ഇത് നന്നായിട്ട് ഉരച്ച് കഴിയുമ്പോൾ നമുക്ക് താളി ഉണ്ടാവും. ഇതിൻ്റെ കൂടെ ഈ പ്രാവശ്യം നമ്മൾ ഈ സോപ്പിൻ്റെ കാര്യങ്ങളെ കൂട്ടിയിട്ടിട്ടുണ്ട്. കാരണം ഓൾറെഡി അതൊരു സോപ്പിൻ്റെ രീതിയാണല്ലോ. കണ്ട ഗൈസ്, അത്യാവശ്യം നൈസായിട്ട് കണ്ട. നമ്മുടെ ഷാമ്പു ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഷാമ്പു അല്ല, താളി. ഇത് കണ്ടോ, ഈ പതയെന്നാന്ന് നിങ്ങൾ വിചാരിക്കും കേട്ടോ. ഈ പതയാണ് നമ്മുടെ സോപ്പും കായിട്ടില്ല, അതിൻ്റെ പതയായിട്ടത്. ഇനി നമുക്കിതൊരു ഏതെങ്കിലും ഒരു തുണിയിൽ അരിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഈ സാധനം ആയിട്ടുണ്ടെങ്കിൽ ഇത് പോത്തേയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം നന്നായിട്ട് അരിച്ചെടുക്കണം. ഭയങ്കര സാറ്റിസ്ഫൈങ് പരിപാടിയാട്ടോ, നോക്കിക്കേ. ഇനി അതെന്ത് വേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വേസ്റ്റ് അല്ല, ഇത്രയും സാധനം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ തല ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ ഈ സാധനം ക്ലീൻ ആക്കാൻ പറ്റത്തില്ല. അപ്പം അതിനുള്ളൊരു ഈസി മെത്തേഡാണ് നമുക്ക് അരിച്ചെടുക്കാം. ഇതിനകത്ത് വന്നേക്കുന്ന ഫുള്ള് നല്ല പ്യുവറായിട്ടുള്ള കണ്ടോ. അതിനകത്തൊരു ചെറിയൊരു പീസ് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അമ്മേ തണുപ്പുണ്ട് തണുപ്പുണ്ട്.
സോ ഗൈസ് എൻ്റെ അനിയൻ്റെ തല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മഹേഷിൻ്റെ പ്രതികാരത്തിൽ പുള്ളി രാവിലെ തോട്ടിൽ പോയി കുളിക്കാൻ പോകുന്നില്ലേ അമ്മേ, അതുപോലെ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരവസ്ഥ കേട്ടോ. ഭയങ്കര തണുപ്പാണേ. ആ കറക്റ്റ് എക്സ്പ്രഷൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ബാലൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇത്ര നേരം ഒരു പശുവിൻ്റെ വീഡിയോ കണ്ടിട്ടിരിക്കുകയായിരുന്നേ. ഒരു പുള്ളിക്കാരി അതിൻ്റെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നു, കുളിപ്പിക്കുന്നു. കറക്റ്റ് അമ്മ ആ മുടിയെല്ലാം കൂടെ എടുത്ത് പെണ്ണിൻ്റെ തല വെച്ചിട്ട് ഉരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പശുവിനെ ഭയങ്കര തണുപ്പാട്ടോ. നമ്മൾ സാധാരണ വെള്ളത്തെ പോലൊന്നും അല്ല. ഈ പൊടിയൊക്കെ കലക്കായിരിക്കുമല്ലോ കൂടുതൽ ആൾക്കാരുണ്ടാക്കുന്നത്. അങ്ങനെ പൊടി കലക്കാത്ത സാധാരണ ഒറിജിനൽ ആയിട്ടുള്ള താളിക്ക് സാധാരണ വെള്ളത്തിനേക്കാളും ഭയങ്കര തണുപ്പാണ്. ഇതിനകത്ത് പിന്നെ നമ്മൾ മറ്റേ സോപ്പും കായും കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ. സോപ്പും കായ്ക്ക് പൊതുവെ കുറച്ചും കൂടെ ഇതിനെ തണുപ്പ് കുറയ്ക്കാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. ഗൈസ്, നിങ്ങൾക്ക് ആർക്കേലും ഇങ്ങനൊരു ചിന്ത വരാറുണ്ടോ? മര്യാദക്ക് പട്ടി വരെ എനിക്ക് സമാധാനമായിട്ടാണെങ്കിൽ മോനെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യാനുള്ള ടെൻഡൻസി. എന്തിനാണ് അവൻ്റെ പല്ല് നോക്കുന്നത്? പല്ലേക്കുണ്ടോ? പല്ലൊക്കെ ഉണ്ട്. പല്ലിന്റെ കാര്യത്തിൽ മാത്രം ഫുൾ A+. ഇതൊന്നും കൊഴിഞ്ഞു പോകുന്നില്ലല്ലോ, പ്രായമായില്ലേ? വല്ല തിന്നാലല്ലേ കൊഴിയത്തുള്ളൂ. സോ ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ തല കഴിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് 3-4 കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഫസ്റ്റ്, നമ്മൾ താളി ഉണ്ടാക്കിയതിന് ശേഷം അത് അരിച്ച് മാത്രം തലയിൽ തേക്കാൻ വേണ്ടി നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തലയിൽ പോയി ഒട്ടിയിരിക്കും, പിന്നെ നമുക്ക് വരത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ താളി തേച്ച് തല കഴുകുമ്പോൾ മാക്സിമം വീടിന് പുറത്ത് നിന്ന് തല കഴുകാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ കുഞ്ഞു കുഞ്ഞു പീസുകളുണ്ടല്ലോ അത് തലയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒഴുകി ഈ ബാത്റൂമിൻ്റെ ഓവിൻ്റെ അവിടെ പോയിട്ട് വന്ന് അടഞ്ഞിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ക്ലോഗ് ആയിപ്പോൾ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തെന്നല, അത്യാവശ്യം ഇങ്ങനെ വഴുക്കലുള്ളൊരു തരം ഒരു ലിക്വിഡാണല്ലോ ഈ താളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തെന്നി വീഴാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും തന്നെ ശ്രദ്ധിക്കണം.